അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ദ ആനിമൽ വേൾഡ് ആണല്ലേ പഠിച്ചത്. കുറേ വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ്, അങ്ങനെ കുറേ മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? യെസ്, ഓക്കെ. ബബിക, വൈൽഡ് ആനിമൽസിന്റെ പേരൊന്ന് പറഞ്ഞേ ബബിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ കുറേ വൈൽഡ് ആനിമൽസ്. പറഞ്ഞു മോളെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ് അല്ലേ. വൈൽഡ് ആനിമൽസ് ലിവ് ഇൻ ദ ജംഗിൾ. വൈൽഡ് ആനിമൽസ് എവിടെയാ ഉണ്ടാവുക? കാട്ടിലാണല്ലേ. അപ്പൊ കാട്ടിലുണ്ടാവുന്ന കുറെ ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, വൈൽഡ് ആനിമൽസ്. ഓക്കെ, വൈൽഡ് ആനിമൽസ് ലിവ് ഇൻ ദ ജംഗിൾ. അവര് കാട്ടിലാണ് താമസിക്കുക അല്ലേ. നാട്ടിലേക്ക് വരാറുണ്ടോ? എലഫന്റ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ നാട്ടില്. പക്ഷെ ടൈഗറും ലയണും സീബ്രയും ഒക്കെ വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതെന്താണ്? അതൊക്കെ കാട്ടില് ഉള്ളതാണല്ലേ. വൈൽഡ് ആനിമൽസ് live in the jungle അല്ലെ. കാട്ടിൽ ഉണ്ടാകുന്ന കുറേ മൃഗങ്ങളാണല്ലേ കാട്ടിൽ താമസിക്കുന്നത്. അപ്പോ ഏതൊക്കെയാണ്? ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസറസ്, മങ്കി ആൻഡ് ലെപ്പേർഡ്. ഇതൊക്കെ എന്താണ്? കാട്ടിൽ ഉണ്ടാകുന്ന ആനിമൽസ് ആണ് അല്ലേ. അപ്പൊ കാട്ടിലുള്ള ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ അല്ലേ. ഓക്കെ, നൈജൽ, ഏതൊക്കെയാണ് മോനെ വൈൽഡ് ആനിമൽസ്? ഒന്ന് വായിച്ചേ. കരടി, ബിയർ, ലയൺ, ജിറാഫ്, rhinoceros, monkey, leopard, dog. ഓക്കെ, കഴിഞ്ഞു മോനെ. വൈൽഡ് ആനിമൽസ് അത്രേ ഉള്ളൂ അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? പെറ്റ് ആനിമൽസ് ആണ്. ഓക്കെ, കാട്ടിലുണ്ടാവുന്നതാണ് വൈൽഡ് ആനിമൽസ്. ലിസൺ. അപ്പൊ നമ്മൾ പറഞ്ഞത് വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ് അല്ലേ. വൈൽഡ് ആനിമൽസ് ലിവ് ഇൻ ദ ജംഗിൾ അല്ലേ. കാട്ടിലുണ്ടാകുന്ന ആനിമൽസ് ആണ് വൈൽഡ് ആനിമൽസ് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ്? ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസറസ്, മങ്കി ആൻഡ് ലെപ്പേർഡ് അല്ലേ. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? കാട്ടിലാണ് അല്ലേ. ഏതൊക്കെയാണ് ഇഷാൻ വൈൽഡ് ആനിമൽസ്? ഇഷാൻ, ഓക്കെ ഇഷാൻ, ഏതൊക്കെയാണ് വൈൽഡ് ആനിമൽസ് മോനെ? Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, leopard. Okay, these all are wild animals lives in jungle അല്ലേ. ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. ഇത് എവിടെയാ താമസിക്കുക? കാട്ടിലാണ് താമസിക്കുക അല്ലേ സമജ്ന? ഏതൊക്കെയാണ് മോളെ വൈൽഡ് ആനിമൽസ്? Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey, leopard. Okay. അവേദ്യ, അൺമ്യൂട്ട് ചെയ്ത മോളെ. അവേദ്യ,
ഓക്കെ, monitor, ഏതൊക്കെയാണ് വൈൽഡ് ആനിമൽസ്? deer, lion, giraffe, tiger, elephant, rhinoceros, monkey, leopard. ഓക്കെ, ഏതൊക്കെയാണ് മോളെ ജിയോണ? ഓക്കെ, പറഞ്ഞ മോളെ ഏതൊക്കെ നമ്മുടെ വൈൽഡ് ആനിമൽസ്? Bear, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. ഓക്കെ, ഗോഡ്വിൻ, ഏതൊക്കെ നമ്മുടെ പെറ്റ് ആനിമൽസ്? പെറ്റ് ആനിമൽസ്. Dog, rabbit, cat, fish. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വൈൽഡ് ആനിമൽസും പെറ്റ് ആനിമൽസും പഠിച്ചു അല്ലെ? വൈൽഡ് ആനിമൽസ് എന്താണ്? കാട്ടില് ആണ് വൈൽഡ് ആനിമൽസ് ഉണ്ടാവുക അല്ലെ? അവര് എന്താണ്? കാട്ടിൽ തന്നെയാണ് താമസിക്കുക. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? പെറ്റ് ആനിമൽസ്. പെറ്റ് ആനിമൽസ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് അല്ലെ? ക്യാറ്റും ഡോഗും റാബിറ്റും ഒക്കെ എന്താണ്? നമ്മുടെ വീട്ടില് വളർത്തുന്ന സാധനങ്ങളാണ് അല്ലെ? അപ്പൊ അതിനെയാണ് പെറ്റ് ആനിമൽസ് എന്ന് പറയാ. ഓക്കെ, വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ജംഗിൾ. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. These are wild animals lives in jungle. Okay. ഏതൊക്കെയാണ് മോനെ വൈൽഡ് ആനിമൽസ്? മുഹമ്മദ് സാദ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. Deer, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. Okay. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. These are wild animals lives in jungle. ഏതൊക്കെയാണ് മോളെ അനിയ റോസ് നമ്മുടെ വൈൽഡ് ആനിമൽസ്? Okay. Deer, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് വൈൽഡ് ആനിമൽസ് അല്ലെ? അഭിരാമി മോളുടെ വീഡിയോ എന്താ മോളെ? അഭിരാമി സജിത്. ഓക്കെ, അഭിരാമി ഏതൊക്കെയാണ് മോളെ നമ്മുടെ വൈൽഡ് ആനിമൽസ്? Deer, lion, giraffe, lion, zebra, elephant, എന്താണ് മോളെ ഇത്? rhino, ഓക്കെ, റൈനോസസ്. leopard. ഓക്കെ, ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസർ, മങ്കി ആൻഡ് ലെപ്പാർഡ്. ഇത് നമ്മുടെ എന്താണ് വൈൽഡ് ആനിമൽസ് ആണ് അല്ലേ? ഏതൊക്കെയാണ് സിയാൻ വൈൽഡ് ആനിമൽസ്? മുഹമ്മദ് സിയാൻ.
Okay. Bear, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. Okay. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് വൈൽഡ് ആനിമൽസ് അല്ലേ? ഏതൊക്കെയാണ് മോനെ അവിനാഷ് നമ്മുടെ വൈൽഡ് ആനിമൽസ്? അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ. Bear, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. ഓക്കെ മോനെ, ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ് അല്ലേ? വൈൽഡ് ആനിമൽസ് ആർ ലിവ്സ് ഇൻ ദ ജംഗിൾ അല്ലേ? അവരെവിടെയാ താമസിക്കുക? കാട്ടിലാണ് അല്ലേ എപ്പോഴും താമസിക്കുക. ഓക്കെ. ദെൻ പിന്നെ നമ്മൾ കുറെ പെറ്റ് ആനിമൽസിനെ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ പെറ്റ് ആനിമൽസ് എഡ്വിൻ ജോസഫ്? എഡ്വിൻ. Dog, rabbit, cat, fish. Okay, dog, rabbit, cat and fish അല്ലേ? അർജുൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. ഏതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ്? Wire, ear, lion, giraffe, tiger, zebra, elephant, monkey, leopard, Okay. Okay മോനെ. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard അല്ലേ? ഇതിനൊക്കെയാണ് എന്താണ് കാട്ടില് ഉണ്ടാവുന്ന മൃഗങ്ങൾ അല്ലേ? വൈൽഡ് ആനിമൽസ് അല്ലേ? ഏതൊക്കെയാണ് ഭാവയാമി നമ്മുടെ വൈൽഡ് ആനിമൽസ്? Bear, lion, giraffe, tiger, zebra, elephant, leopard, monkey. ഓക്കെ ഓക്കെ മോളെ ഭാവയാമി. പാർവണ, ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ്. പാർവണ എന്തിനാ മോളെ കരയുന്നത്? Giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ് അല്ലേ? ഇവരൊക്കെ നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യാ? നമ്മളെ അറ്റാക്ക് ചെയ്യും അല്ലേ? ടൈഗറും ലയണും ഒക്കെ നാട്ടിൽ വന്നാൽ എന്താണ്? നമ്മളെ എല്ലാവരെയും കടിച്ച് കൊന്നിട്ട് കാട്ടിൽ കൊണ്ടുപോകും അല്ലേ? ഇല്ലേ? അതുകൊണ്ടാണ് അവര് കാട്ടിൽ തന്നെ താമസിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ലയണിനെ ടൈഗറിനൊക്കെ പേടിയുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മളപ്പോ വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? കാട്ടില് തന്നെ താമസിക്കുന്ന ആനിമൽസ് ആണല്ലേ അത്. ദെൻ പെറ്റ് ആനിമൽസ്, നമ്മള് വീട്ടിൽ വളർത്തുന്ന കുറെ ആനിമൽസും ഉണ്ടല്ലേ? എന്താണ്? ക്യാറ്റും ഡോഗും റാബിറ്റും ഫിഷും ഒക്കെ എന്താണ്? നമ്മുടെ പെറ്റ്സ് ആണല്ലേ? അവര് നമ്മൾ എന്താണ് നല്ല സ്നേഹത്തോടെയാണ് വളർത്തുക അല്ലെ? അവര് നമ്മൾ ഓമനിച്ച് വീട്ടിൽ വളർത്തുകയാണ് ചെയ്യുക. അപ്പൊ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ആനിമൽസിനെയാണ് പെറ്റ് ആനിമൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജിൽ എന്താണുള്ളത്? അവർ ആനിമൽ ഫ്രണ്ട്സ് അല്ലേ? പേജ് നമ്പർ 63 എന്തുണ്ട്? ആനിമൽ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? നമ്മൾ എന്താണ് കുറെ ആനിമൽസിനെ നമ്മള് വീട്ടിൽ വേറെയും വളർത്താറുണ്ട് അല്ലേ? പക്ഷെ അതൊക്കെ എന്താണ്? പെറ്റ് ആനിമൽസ് അല്ല അല്ലേ? അതെന്താണ്?
അവർ അനിമൽ ഫ്രണ്ട് ആണ് അല്ലേ? അങ്ങനെ കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം അല്ലേ? നമുക്ക് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആനിമൽസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ? അപ്പൊ സം ആനിമൽസ് ആർ അവർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ചില ആനിമൽസ് എന്താണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലേ അവരെ നമ്മള് നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഒരു പിക്ചർ ഉണ്ട് അല്ലേ? എന്താണത്? ദാറ്റ്സ് എ കൗ അല്ലേ? അതൊരു കൗ ആണ്. കൗ എന്ന് വെച്ചാൽ എന്താണ്? കൗ കൗ എന്താണ് കാശിനാഥ്? കൗ പശു. പശു ആണല്ലേ? ഓക്കെ. കൗ എന്ന് വെച്ചാൽ എന്താണ്? പശു ആണല്ലേ? പശുവിനെ നമ്മൾ എന്താണ്? വീട്ടില് വളർത്താറുണ്ടല്ലേ? പക്ഷെ പശു എന്തല്ല? ഒരു പെറ്റ് ആനിമൽ അല്ല അല്ലേ? പെറ്റ് ആനിമൽ ആണോ? അല്ല. പക്ഷെ നമ്മള് വീട്ടില് വളർത്താറുണ്ട് അല്ലേ? കൗ. ആൻഡ് നെക്സ്റ്റ് എന്താണ്? ബഫല്ലോ ആണല്ലേ? നെക്സ്റ്റ് ബഫല്ലോ. ഫസ്റ്റ് പിക്ചർ കൗ ആൻഡ് നെക്സ്റ്റ് ബഫല്ലോ. ബഫല്ലോ എന്താണ്? ബഫല്ലോ കണ്ടിട്ടുണ്ടോ? എന്താണ് ബഫല്ലോ? ആർക്കറിയാം? കൗ, ബഫല്ലോ ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? ഗോട്ട് ഉണ്ട് അല്ലേ? ആട്. അപ്പൊ ഇത് മൂന്നും നമുക്ക് പാല് തരും. ബഫല്ലോ എന്താണ്? ബഫല്ലോവും നമുക്ക് പാല് തരാറുണ്ട്. കൗവും നമുക്ക് എന്ത് തരും? പാല് തരും അല്ലേ? ആടും നമുക്ക് പാല് തരാറുണ്ട്. എന്താണ് മോനെ അവിനാഷ്? എന്താണ് മോനെ? അൺമ്യൂട്ട് ചെയ്ത മോനെ. എന്താണ് ബഫല്ലോ? എരുമ. എരുമയാണല്ലേ? വെരി ഗുഡ്. കണ്ടോ? അവിനാഷിന് മാത്രമേ അറിയുള്ളൂ അല്ലേ? എന്താണ് അവിനാഷ് പറഞ്ഞു കേട്ടില്ലേ? ബഫല്ലോ എന്താണ്? എരുമയാണല്ലേ? ഓക്കെ, വെരി ഗുഡ് മോനെ. ബഫല്ലോ എന്ന് വെച്ചാല് എരുമയാണ്. അപ്പൊ കൗ എന്താണ്? പശു, ബഫല്ലോ എരുമ, ഗോട്ട് ആട് അല്ലെ? അപ്പൊ ഇതിന്റെ മൂന്നിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇത് മൂന്നും നമുക്ക് എന്ത് തരാറുണ്ട്? മിൽക്ക് അല്ലേ? ദേ ഗിവ് us മിൽക്ക്. നമുക്ക് മിൽക്ക് തരുന്ന ആനിമൽസ് ആണല്ലേ ഇത്? കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്. ദീസ് ഓൾ ആനിമൽസ് ആർ gives us മിൽക്ക് അല്ലേ? ഈ മൂന്ന് ആനിമൽസും നമുക്ക് എന്ത് തരുന്നുണ്ട്? പാല് തരും അല്ലേ? പശുവും എരുമയും ആടും നമുക്ക് എന്താ തരിക? ഇവര് മൂന്നും നമുക്ക് പാല് തരാറുണ്ട് അല്ലേ? അപ്പൊ ഇതിനെയും നമ്മള് വീട്ടില് വളർത്താറുണ്ട് അല്ലേ? സം ആനിമൽസ് ആർ അവർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത് അല്ലേ? എത്ര പേരുടെ വീട്ടിലുണ്ട് കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്? ഉണ്ടോ? കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്. ഓക്കെ, നൈജലിന്റെ അടുത്തുണ്ടോ? നൈജൽ ഉണ്ടോ? കൗ എന്താണ് മോനെ? ഫിഷ് ആണോ നൈജൽ അത്? ആ, ഫിഷ്. ഓക്കെ, നൈജലിന്റെ അടുത്ത് എന്തുണ്ട്? അവന്റെ പെറ്റായിട്ട് ഒരു ഫിഷ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്? എന്താണ്? ഗോട്ട് അല്ലേ? ആടും നമുക്ക് എന്ത് തരും? പാല് തരും അല്ലേ? ആട്, എരുമ ആൻഡ് പശു അല്ലേ? കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്. ഇത് മൂന്നും നമുക്ക് പാല് തരാറുണ്ട് അല്ലേ? ദെൻ hen and duck. താഴെ എന്തുണ്ട്? വേറെ രണ്ട് പേരുണ്ട് അല്ലേ? hen and duck അല്ലേ? they lay eggs. some people eat eggs അല്ലേ? അപ്പൊ നമ്മള് കൗ, ബഫല്ലോ, ഗോട്ട് നമുക്ക് പാല് തരും എന്ന് പഠിച്ചു അല്ലേ? പശുവും എരുമയും ആടും അല്ലേ? കൗ എന്ന് വെച്ചാൽ എന്താണ്? പശു ആണ് അല്ലേ? ബഫല്ലോ എരുമ ആൻഡ് ഗോട്ട് എന്താണ്? ആട്. അപ്പൊ കൗ, ബഫല്ലോ, ഗോട്ട്. ദേ ഗിവ് us മിൽക്ക്. അപ്പൊ എക്സാമിനൊക്കെ നമുക്ക് പാല് തരുന്ന ആനിമൽസ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട് gives us മിൽക്ക് അല്ലേ? കൗവും ബഫലോയും ഗോട്ടും നമുക്ക് എന്താ തരിക? പാലാണ് തരുന്നത് അല്ലേ? എന്താണ് മോളെ ഷൻസ ഫാത്തിമ? which animal are gives us milk? നമുക്ക് പാല് തരുന്ന ആനിമൽസ് ഏതൊക്കെയാണ് മോളെ ഷൻസ? Cow. ഓക്കെ, Buffalo. Goat. ഓക്കെ. കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട് gives us milk അല്ലേ? നമുക്ക് എന്താണ് പാല് തരുന്നത്? കൗവും ബഫലോയും ഗോട്ടും ആണ്. ഓക്കെ, ഇത് മൂന്നുമാണ് നമുക്ക് പാല് തരുന്ന ആനിമൽസ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്?
വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ് അല്ലേ? വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണ്? വൈൽഡ് ആനിമൽസ് ആർ ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, elephant, rhinoceros, monkey and leopard. ഇത് മൂന്നും എന്താണ്? സോറി, ഇത് മുഴുവൻ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ് അല്ലെ? ഇത് കാട്ടിലാണ് താമസിക്കുക അല്ലെ? ബിയർ എന്താണ്? കരടിയാണ് അല്ലെ? കരടി, ലയൺ സിംഹം, ദെൻ ജിറാഫ് ഉണ്ട്, ടൈഗർ, സീബ്ര, അതിൽ ഏതാണ്? റൈനോസർ എന്താണ്? റൈനോസർ കാണ്ടാമൃഗമാണ് അല്ലെ? കാണ്ടാമൃഗം റൈനോസർ. ലെപ്പേർഡ് എന്താണ്? പുള്ളിപ്പുലി. ഓക്കെ, പിന്നെ കുറച്ച് പെറ്റ് ആനിമൽസ് ഉണ്ട് അല്ലെ? ഡോഗ്, റാബിറ്റ്, ക്യാറ്റ് ആൻഡ് ഫിഷ് ഈസ് അവർ പെറ്റ് ആനിമൽസ്. ഇതിനെ നമ്മൾ വളരെ ഓമനിച്ച് സ്നേഹിച്ചിട്ടാണ് വളർത്തുക അല്ലെ? അപ്പൊ അതുകൊണ്ട് അതെന്താണ്? പെറ്റ് ആനിമൽസ് ആണ്. നമ്മുടെ വീട്ടില് നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന ആനിമൽസ് ആണല്ലേ അത്. ബിയർ, ലയൺ, ജിറാഫ് ഇതിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടോ? ഇല്ല അല്ലെ? അതെന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. അവര് എന്താണ്? ഓൾവേസ് ലിവ്സ് ഇൻ ജംഗിൾ. അവർ എപ്പോഴും കാട്ടിലാണ് താമസിക്കാറ് അല്ലെ? അപ്പൊ പെറ്റ് ആനിമൽസിനെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആനിമൽസ്, പെറ്റ് ആനിമൽസ്. ഡോഗ്, റാബിറ്റ്, ക്യാറ്റ്, ഫിഷ് ഇതൊക്കെ എന്താണ്? നമ്മുടെ പെറ്റ് ആനിമൽസ് ആണ്. ദെൻ അവർ ആനിമൽ ഫ്രണ്ട്സ് അല്ലെ? നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന വേറെയും കുറെ ആനിമൽസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആനിമൽസ് ആണ് അതല്ലേ? എന്തൊക്കെയാണ്? കൗ, ബഫല്ലോ, ഗോട്ട്. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ? അത് മൂന്നും. കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്. ദേ ഗീവ്സ് us മിൽക്ക്. ഇത് മൂന്നും എന്താണ്? നമുക്ക് പാല് തരുന്ന ആനിമൽസ് ആണ് അല്ലെ? നമുക്ക് പാല് തരാറുണ്ട് അവര്. അപ്പോ വിച്ച് ആനിമൽസ് ആർ ഗീവ്സ് us മിൽക്ക് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കൗ, ബഫല്ലോ ആൻഡ് ഗോട്ട്. ഇത് മൂന്നുമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമുക്ക് പാല് തരുന്ന ആനിമൽസ്. ഓക്കെ, കൗ, ബഫല്ലോ, ഗോട്ട്. പശു, പിന്നെ എരുമ, ദെൻ ആട്.